മധ്യസ്ഥന്മാരുടെ ഇടപെടൽ കൊണ്ട് ഒക്കെ ആയിരിക്കാം അവസാനം അതിനൊരു കത്ത് യഥാർത്ഥ രൂപത്തിൽ തന്നു. പക്ഷേ അതിലും ഈ 9 കാര്യം അംഗീകരിക്കാതെ തുടക്കത്തിൽ അംഗീകരിച്ചു എന്ന് പറയുകയും പിന്നീട് ഈ 9 കാര്യത്തെ കൃത്യമായി മാറ്റിമറിച്ച് വക്രീകരിച്ചുകൊണ്ട് 7 കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുകയും ഒരിക്കലും മുഷാവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് മാറ്റിമറിക്കുകയും ചെയ്തുകൊണ്ട് എഴുതി തന്നു. അസ്സലാമു അലൈക്കും. 9 കാര്യം സമസ്ത നിർദ്ദേശിച്ചു. അത് വാഫി സംവിധാനം അല്ലെങ്കിൽ വാഫി ഔദ്യോഗിക ആളുകൾ അംഗീകരിച്ചില്ല എന്ന രീതിയിൽ വ്യാപകമായ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ അത് പറയുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട 1-2 കാര്യമുണ്ട്. സമസ്ത വാഫി സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് സമസ്ത പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കാനുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വാഫി ദർസ്, വാഫി സംവിധാനം വളരെ താല്പര്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു വാഫി ദർസ്. ഒരു പക്ഷേ കേരളത്തിലൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ദർസുകൾക്ക് കുറെ കൂടെ കുട്ടികളെ ലഭിക്കുന്ന രീതി വാഫി സംവിധാനം കൊണ്ടുവരെ വാഫി ദർസ് എന്ന രീതിയിൽ ആലോചിച്ച സമയത്ത് അത് സമസ്തയുടെ ദർസി സംവിധാനങ്ങൾക്ക് എതിർപ്പാണ്, അല്ലെങ്കിൽ അത് നശിപ്പിക്കാനുള്ള കാരണമാവും എന്ന് കരുതിയിട്ട് അത് നിർത്തിവെക്കാൻ സമസ്തയുടെ നേതൃത്വം നേരിട്ട് വിളിച്ചു പറഞ്ഞ സമയത്ത് നമ്മൾ നിർത്തിവെക്കുകയാണ് ചെയ്തത്. കമാൽ പാഷയുടെ വിഷയം അതാണ് ഉണ്ടായത്. കമാൽ പാഷയെ മാറ്റി നിർത്തണമെന്ന് നേരിട്ട് ഔദ്യോഗിക ആളുകളെ വിളിച്ചു പറഞ്ഞപ്പോൾ കമാൽ പാഷയെ മാറ്റി നിർത്തി. വാഫി സ്പോർട്സിന്റെ വിഷയത്തിൽ അതാണ് ഉണ്ടായത്. അങ്ങനെ നേരിട്ട് സംസാരിച്ച സമയത്തൊക്കെ എന്താണോ സമസ്ത പറയുന്നത് അത് ഏറെക്കുറെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിക്കുകയാണ് വാഫി സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 9 മസ്ലഹത്ത് എന്ന് പറയുന്ന കാര്യം അത് ശരിക്കും മസ്ലഹത്താണ്. മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മധ്യസ്ഥ ശ്രമം നടത്തുന്ന ഒരു ടീം ഉണ്ടാകും, 2 കക്ഷികൾ ഉണ്ടാകും. ഇതാദ്യം മധ്യസ്ഥത ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിലെ ഒരു കക്ഷിയായിട്ടുള്ള സമസ്തയുടെ നേതൃത്വമായിട്ട് കൂടിയിരിക്കുകയാണ്. സമസ്തയുടെ നേതൃത്വം സ്വാഭാവികമായിട്ടും മധ്യസ്ഥരുടെ മുന്നിൽ ഇത്രയും ഉപാധികളാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു. രണ്ടാമത് മധ്യസ്ഥർ ഇരുന്നത് വാഫി സംവിധാനത്തിന്റെ നേതൃത്വമായിട്ടാണ്. ആ സംവിധാനത്തിന്റെ നേതൃത്വമായിട്ട് ഇരുന്ന സമയത്ത് അത് ഇങ്ങനെയൊക്കെ പറ്റുകയില്ലേ എന്ന് വാഫി സംവിധാനത്തിന്റെ നേതൃത്വം മധ്യസ്ഥരോട് ചോദിച്ച സമയത്ത് അത് മതി, ആ രീതിയിൽ തന്നെയാണ് ആക്ട് അനുസരിച്ച്, അതായത് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നിലനിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ, അപ്പൊ അത് മതി എന്ന് പൂർണ്ണ അർത്ഥത്തിൽ അവർ തൃപ്തി രേഖപ്പെടുത്തുകയും മാത്രമല്ല ഇത്രയൊക്കെ നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല എന്നുപോലും അവർ കമന്റ് പറയുകയും ചെയ്തിട്ട് ആ തൃപ്തി രേഖപ്പെടുത്തി ഒപ്പിട്ട് തരികയും ചെയ്ത രേഖ വാഫി സംവിധാനത്തിന്റെ കയ്യിലുണ്ട്. എന്ന് മാത്രമല്ല ഇത് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി 2 തവണ വാഫി അതിന്റെ ജനറൽ ബോഡി സെനറ്റ് വിളിച്ചു ചേർത്തു, 2 തവണ പാസ്സാക്കി. ആദ്യം പാസ്സാക്കിയത് അതുപോരാ, ഇതിനായിട്ട് വേറെ ഒന്ന് ഇരുന്ന് പാസ്സാക്കണമെന്ന് സമയത്തോ അതേ ആവശ്യത്തിന് വീണ്ടും സെനറ്റ് കൂടുകയും അതേ കാര്യം വീണ്ടും പാസ്സാക്കുകയും അത് മിനിറ്റ്സ് ചെയ്യുകയും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന്റെ അടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് പറയുന്നത് മസ്ലഹത്ത് അംഗീകരിച്ചില്ല. മസ്ലഹത്തിന്റെ ഒരു കക്ഷി പറയുന്ന പൂർണ്ണ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് മസ്ലഹത്തിന്റെ വിഷയത്തിൽ മധ്യസ്ഥർ എന്താണോ പറയുന്നത് ആ കാര്യം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിഷയം പോലും മസ്ലഹത്തിന് പറയുന്ന 9 കാര്യങ്ങൾ എന്നുള്ളത് അത് കേരളത്തില് സമസ്ത അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സമസ്തയുടെ സ്ഥാപനം എന്ന് പറയുന്ന എത്ര സ്ഥാപനങ്ങൾക്കാണ് ഈ രീതിയിലുള്ള നോട്ടീസ് കൊടുത്തത്? ഇതൊക്കെ ഭരണഘടനയിൽ വേണമെന്ന് പറഞ്ഞത് ആർക്കുമില്ല. ഇതിന്റെ ഒരു ഘട്ടത്തിൽ ഈ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയുടെ കീഴിലായിരിക്കണം അല്ലെങ്കിൽ സമസ്തയ്ക്കായിരിക്കണം ഇതിന്റെ ഭൂമിയുടെ അധികാരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഭരണഘടനയിൽ ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ സമസ്തയുടെ നേതൃത്വത്തിൽ ഇരുന്ന് CSC നേതൃത്വത്തോട് ആവശ്യപ്പെട്ട സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ CSC നേതൃത്വത്തിൽപ്പെട്ട ഞങ്ങളുടെ ട്രഷറർ ആയിട്ടുള്ള അലി ഫൈസി പാറൽ അവർ ചോദിച്ചു, അല്ല AV ഉസ്താദെ, നന്ദി ദാറുസലാമിന്റെ ഭരണഘടനയിൽ ഇങ്ങനെയുണ്ടോ, അതായത് ഇതിന്റെ ഭൂമി അധികാരം സമസ്തക്കാണ് എന്നുണ്ടോ? അപ്പോൾ AV ഉസ്താദ് പറഞ്ഞത് വളരെ ഒരർത്ഥത്തിൽ തമാശയായി തോന്നുന്ന മറുപടിയാണ്. ഇപ്പൊ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് വാഫി സംവിധാനത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്കാണ്, അല്ലാതെ നന്ദിയെ കുറിച്ചല്ല എന്നാണ്. അതായത് കേരളത്തിലെ മറ്റു സ്ഥാപനങ്ങൾക്കൊന്നുമില്ലാത്ത പല നിയമങ്ങളും ഇതിന്റെ സ്ഥാപകനെ, ഈ സംവിധാനം ഉണ്ടാക്കിയെടുത്ത ഹക്കീം വൈസി ഉസ്താദിനെ മാറ്റി നിർത്താനും അകറ്റി നിർത്താനും ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന് പല കാരണങ്ങൾ അന്വേഷിക്കുകയായിരുന്നു സത്യത്തിൽ ഇത് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും നിലനിൽക്കാത്ത, അവരോടൊന്നും പറഞ്ഞാൽ ഏൽക്കാത്ത പല നിയമങ്ങളും പല ശാസനകളും CSC മാത്രം അംഗീകരിക്കണമെന്ന് വീണ്ടും നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നത്. സത്യത്തിൽ CSCയുമായിട്ട് നേരിട്ടിരുന്ന സമയത്തൊക്കെ CSC എന്താണോ സമസ്ത പറയുന്നത് അത് പരമാവധി പാലിച്ചിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്. വാഫി ദർസ് അതിന് ഉദാഹരണമാണ്, വാഫി സ്പോർട്സ് അതിന് ഉദാഹരണമാണ്, കമാൽ പാഷയുടെ കാര്യം അതിന് ഉദാഹരണമാണ്, വിവാഹ പ്രായത്തിന്റെ വിഷയത്തിൽ അതിന് ഉദാഹരണമാണ്. ജിഫ്രി തങ്ങൾ പല സമയത്തും ഇതൊക്കെ അംഗീകരിച്ചത് മുന്നോട്ട് പോയതാണ്. പക്ഷെ ചില നേതാക്കൾ ഇതിനെ തകർത്തെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് വാഫി സംവിധാനത്തെ ഹക്കീം വൈസി ഉസ്താദിനെ തകർത്തേ ഒതുങ്ങൂ എന്ന് തീരുമാനിച്ച സമയത്തുണ്ടായ പ്രശ്നങ്ങളാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. അരീക്കോട് കാവനൂർ ഭാഗത്ത് നടന്ന സംസാരത്തിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്ന
അത്യധികം ഭീകരമായ ആരോപണങ്ങൾ. വയനാട് ഏതോ ഉസ്താദ് ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് വാഫി സിലബസിലുള്ളതാണ്. വാഫി സിലബസ് അനുസരിച്ച് ഖുതുബ മലയാളത്തിൽ ഓതിയാൽ മതി, അവസാന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അതിന്റെ റുക്കുനുകൾ അതൊക്കെ മാത്രം അറബിയിൽ പറഞ്ഞാൽ മതി എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ കുട്ടികളെ സുന്നത്ത് ജമാഅത്തിന്റെ വൈരുദ്ധ്യമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു. ഞാൻ എന്റെ മോനും മകളും വഫിയയും വാഫിയുമാണ്, അവരെ എനിക്ക് സംരക്ഷിക്കേണ്ടത് കണ്ടായിട്ട് കൃത്യമായിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ആ സമയത്ത്. അതുകൊണ്ട് എന്റെ മക്കൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു തരം വഞ്ചനാപരമായിട്ടുള്ള നിലപാടല്ലേ? ഹമീദ് ഫൈസി ഉസ്താദിന്റെ മക്കൾക്ക് ഇതുപോലൊന്ന് വാഫിയിൽ പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഹമീദ് ഫൈസി ഉസ്താദ് അന്ന് ഇടപെടണ്ടേ? സത്യത്തിൽ ഹമീദ് ഫൈസി ഉസ്താദിന്റെ മക്കളൊക്കെ ഒരു 4-5 വർഷം മുമ്പ് വാഫിയായ ആളുകളാണ്, വഫിയായ ആളുകളാണ്. അന്നൊന്നും ഇതിന് പ്രശ്നമില്ല, ഇന്നും പ്രശ്നമില്ല. ഇന്ന് സത്യത്തിൽ ഇതിന്റെ ഉപജ്ഞാതാവായ ഹക്കീം ഫൈസി ഉസ്താദിന് പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകളല്ലേ സത്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാഫി സിലബസിൽ എവിടെയാണ്, ഏത് ക്ലാസ്സിലാണ് ഖുതുബ മലയാള ഭാഷയിൽ പറ്റുമെന്ന് പറയുന്നത്? വാഫി സിലബസിൽ ഏത് ക്ലാസ്സിൽ എവിടെയാണ് 20 റക്അത്തുള്ള തറാവീഹ് 8 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്നത്? കുറെ കള്ളങ്ങൾ പവിത്രമായ ഒരു സംവിധാനത്തിന്റെ പിറകിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ടല്ലേ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചത്? അതല്ലെങ്കിൽ ഇവരുടെ ഈ ആലോചനകൾ അല്ലെങ്കിൽ ഈ വർത്തമാനങ്ങൾ, ഈ ആരോപണങ്ങൾ ആരെങ്കിലും മുഖവിലേക്ക് എടുക്കുമോ? കുട്ടികളെ മുഴുവൻ, മക്കളെ മുഴുവൻ, പേരക്കുട്ടികളെ മുഴുവൻ വാഫിയിലേക്ക് പറഞ്ഞയക്കുക, എന്നിട്ട് അവർക്കൊന്നും അല്ലെങ്കിലും കൃത്യമായിട്ട് തന്നെ ആലോചിക്കേണ്ടതാണ്. 6000-7000 വാഫികൾ വഫിയകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാഫി മുജാഹിദ് സംവിധാനത്തിന്റെ വേദിയിൽ എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മുജാഹിദിസം പറയുന്നുണ്ടോ? വഹാബിസം പറയുന്നുണ്ടോ? ജമാഅത്ത് മൗദൂദിയൻ കാഴ്ചപ്പാട് പറയുന്നുണ്ടോ? ഇല്ല. എന്നാൽ എത്ര മറ്റു മതവിരുദ്ധധാരികളുണ്ട് മുജാഹിദിന്റെ സ്റ്റേജിൽ, ജമാഅത്തിന്റെ സ്റ്റേജിൽ. അപ്പൊ ഇത് വാഫിയുടെ പ്രശ്നമല്ല, സിലബസിന്റെ പ്രശ്നമല്ല. ഇവര് ഹക്കീം ഫൈസി ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിഭീകരമായ കള്ളങ്ങൾ വാതോരാതെ വ്യത്യസ്ത സ്ഥലത്ത് വെച്ച് ആദർശം അമാനത്താണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കളവ് പ്രചരിപ്പിക്കുകയാണ്. കാരണം ഇത് ഇവർ പറഞ്ഞതുപോലെ സത്യമാണെങ്കിൽ അവർ അന്ന് ഇടപെടേണ്ടതല്ലേ? 8-9 വർഷം മുമ്പ് അവരുടെ മക്കളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരുന്നു, അന്ന് എന്റെ മകനെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞാൽ ശരിക്കും വഞ്ചനാപരമായിട്ടുള്ള നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത് സുന്നി സമൂഹത്തോട്. അതൊക്കെ ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? 97 വഫിയ കോളേജുകൾ ഉണ്ടായിരുന്നു. അതില് 8000-ലധികം കുട്ടികൾ പഠിച്ചിരുന്നു. ഈ 8000 കുട്ടികൾ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരുപാട് വാഫികൾ, വഫിയമാര്, ഇതിലൊക്കെ 90-99% ആളുകളും ഹക്കീം ഫൈസിയുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെറുതെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മറുപക്ഷത്ത് നമ്മളൊക്കെ സ്വാത്വികരാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത പോലെ വലിയൊരു കാര്യത്തെ എതിർപക്ഷത്ത്, വലിയൊരു സംവിധാനത്തെ എതിർപക്ഷത്ത് നിർത്തിയിട്ട് ഹക്കീം ഫൈസിയുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വെറുതെങ്കിലും ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ? അതിന് കാരണം ഈ കുട്ടികളൊക്കെ പഠിച്ച കിതാബ്, അതായത് തറാവീഹ് 20 റക്അത്താണ് കുട്ടികൾ എല്ലാവരും പഠിച്ചത്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടി ചേർന്ന് മലപ്പുറം റോസ്ലോഞ്ചിൽ നിന്ന് പറയാം വാഫി വഫിയ സിലബസിൽ 8 റക്അത്താണ് പഠിപ്പിച്ചതെന്ന്. കുട്ടികൾ ഉറപ്പായിട്ടും അത് കള്ളമാണെന്ന് ഉറക്കെ പറയില്ലേ? അത് ശരിയല്ല എന്ന് ഉറക്കെ പറയില്ലേ? തറാവീഹ് 8 റക്അത്താണെന്ന് പറയാ, ഖുതുബ പ്രാദേശിക ഭാഷയിൽ നിർവഹിക്കാമെന്ന് ഉണ്ട്, വാഫി വഫിയിൽ അതൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ഹക്കീം ഫൈസി ഉസ്താദിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാം. ആ കളവിന് എങ്ങനെയാണ് അത് നേരിട്ട് പഠിച്ച വാഫികളും വഫിയകളും വിദ്യാർത്ഥികളും കൂട്ടുനിൽക്കുക? സ്വാഭാവികമായിട്ടും പറ്റൂലല്ലോ. ഈ സംവിധാനത്തിൽ പഠിപ്പിക്കുന്ന ഒരുപാട് ഉസ്താദുമാര് ഹക്കീം ഫൈസിയുടെ കൂടെ ഈ വിഷയത്തിൽ ഉറച്ചു നിന്നത് ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ്. എത്ര കള്ളങ്ങൾ. ഇപ്പോ കൈവിട്ട് കേസിന്റെ വിഷയത്തിൽ ലഡു വിതരണം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ച സമയത്ത് അവിടെ അങ്ങനെ ഒരു ലഡു വിതരണം നടന്നിട്ടില്ല എന്ന് പറയുന്നത്. ഈ സലാം ബാക്തവി ഇതുപോലെയുള്ള വൾനറബിൾ ആയിട്ടുള്ള ഒരു വിഷയം, സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വിഷയം ഒരു ഉത്തരവാദിത്വമില്ലാതെ പുറത്തു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ, സാക്ഷാൽ സലാം ബാക്കവിയുടെ മകൻ, ഏറെക്കുറെ ആ സമയത്ത് 2010 മൂപ്പര് പറയുന്നതനുസരിച്ച് ഈ സംഭവം, അതിന്റെ 2009-ലോ 2010-ലോ ഒക്കെ സാക്ഷാൽ സലാം ബാക്കവിയുടെ മകൻ വാഫി വഫിയിൽ പഠിക്കുന്നുണ്ട്, വാഫി കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്തൊന്നും ഒരു പ്രശ്നമില്ലാതെ ഇദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി കളവ് പറയാന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് പടച്ചവൻ കാണുന്നുണ്ട് എന്നുള്ളെങ്കിലും നമ്മളൊക്കെ കരുതണ്ടേ? ഒരു വലിയ സംവിധാനത്തെ, ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയെ, ഒരു പരിശുദ്ധമായ സംവിധാനത്തിന്റെ മറവിലിരുന്നിട്ട് ഇല്ലാത്തത് പറയുക, കളവ് നിറഞ്ഞ ലെറ്റർ ഹെഡുകൾ പുറത്തിറങ്ങുക. ഇപ്പൊ ഇതൊക്കെ മനസ്സിലായല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബഹാവുദ്ദീൻ ഉസ്താദ് ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത്, അതിന് വിശദീകരണം കൊടുത്ത സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയല്ലോ എന്താ സംഭവിച്ചതെന്ന്, എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലുള്ള കളവ് പറഞ്ഞതിന്റെ പേരിലാണ് വാഫി വഫിയയിൽ പഠിച്ചിരുന്ന കുട്ടികൾ, വാഫി വഫിയെ കംപ്ലീറ്റ് ആയ ബിരുദധാരികൾ, അവരൊക്കെ ഒരു ബന്ധവും ഒരു പക്ഷേ ഹക്കീം ഉസ്താദിനോട് ഇല്ലാഞ്ഞിട്ട് കൂടെ അദ്ദേഹം നേരിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വളാഞ്ചേരി മർക്കസും കളിക്കാവ് വാഫി ക്യാമ്പസ്, അങ്ങനെ വളരെ ചുരുങ്ങിയ 2-3 സ്ഥാപനങ്ങളാണ്. അതിലൊന്നും പഠിക്കാത്ത എത്ര കുട്ടികളാ ഹക്കീം ഉസ്താദിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞിട്ട് വാഫികളെ മുഴുവൻ എല്ലാ മേഖലയിൽ നിന്നും, എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും, എല്ലാ യൂണിറ്റുകളിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചില്ലേ? ആ കുട്ടികൾ ഞങ്ങൾ 8 റക്അത്ത് തറാവീഹ് ആണ് എന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഞങ്ങളാരും ഖുതുബ പ്രാദേശിക ഭാഷയിലായിരിക്കണം എന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം സമസ്ത പറഞ്ഞതില്ലേ അപ്പൊ നിങ്ങളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളെ? ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് പടച്ചവൻ കാണുന്നുണ്ട് എന്നെങ്കിലും കരുതണ്ടേ ഇവര്? അള്ളാഹു ഇല്ല,
ഒരു ഹക്കുമില്ല, സത്യവുമില്ല. ആരൊക്കെയോ വ്യക്തി താല്പര്യത്തിന്റെ പേരിൽ, വ്യക്തിവിരോധത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്, പുറത്തിറക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതും പറഞ്ഞും കണ്ട് ഈ മനുഷ്യനെ ഇപ്പോഴും എത്ര ഭീകരമായിട്ടാണ് ഈ മനുഷ്യനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചു പോകണം എന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. മരിച്ചു പോയാൽ ഇതിനൊക്കെ ഹിസാബിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതും നമുക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ലെറ്റർ ഹെഡുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് എല്ലാവർക്കും പോകേണ്ടതാണ്. അതൊക്കെ അതായത് പരിവാരങ്ങളും ആദർശമമാനത്തെന്ന സ്റ്റേജുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് എല്ലാവർക്കും പോകേണ്ടതാണ്. ആ ഒരു ധൈര്യം തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മുടെയൊക്കെ ഭാഗത്ത്.